UDF സർക്കാരിന്റെ അവസാന കാലത്തെ വിവാദ ഉത്തരവുകളെ വിമർശിച്ച് CNDJ. ഉത്തരവുകളിൽ ഗുരുതര നിയമലംഘനം ഉണ്ടെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മെത്രാൻകായൽ, കടമക്കുടി ഉൾപ്പെടെയുള്ളവയിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു. ബാർ, ബിയർ, വൈൻ പാർലറുകൾക്ക് ലൈസൻസ് അനുവദിച്ചതിൽ സുതാര്യത ഇല്ലെന്നും CAG റിപ്പോർട്ട് വിമർശിക്കുന്നു. UDF സർക്കാരിന്റെ അവസാനകാലത്തെ വിവാദ ഉത്തരവുകളിലെല്ലാം ഗുരുതര ക്രമക്കേട് നടന്നെന്നാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറലിന്റെ കണ്ടെത്തൽ. വിവാദ ഉത്തരവുകൾ നിലവിൽ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുന്ന സാഹചര്യത്തിലാണ് CAG ക്രമക്കേട് അടിവരയിട്ടിരിക്കുന്നത്. ഹരിപ്പാട് മെഡിക്കൽ കോളേജ്, കോട്ടയം ഇടനാഴി, കോട്ടയം നാട്ടകത്തെ മൊബിലിറ്റി ഹബ്, മെത്രാൻകായൽ, കടമക്കുടി പദ്ധതികൾക്ക് അനുമതി നൽകിയതിൽ നെൽവയൽ നീർത്തട നിയമം അടക്കം ഭൂസംരക്ഷണ നിയമം പൂർണ്ണമായും ലംഘിച്ചുവെന്ന് CAG വിമർശിക്കുന്നു. ചട്ടവിരുദ്ധമായ തീരുമാനങ്ങളിലെല്ലാം മുഖ്യമന്ത്രി ഒപ്പിട്ടതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വിവാദമുയർന്നതിനെ തുടർന്ന് മെത്രാൻകായൽ, കടമക്കുടി ഉത്തരവുകൾ 2016 മാർച്ചിൽ റദ്ദാക്കി. വിവാദ തീരുമാനങ്ങൾ നിലവിൽ മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുന്നതായി സർക്കാർ CAGയെ അറിയിച്ചിട്ടുണ്ട്. ഉപസമിതി തീരുമാനമെടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയെടുക്കുമെന്നും CAG വ്യക്തമാക്കുന്നു. മൂന്നാറിലും വാഗമണിലും അടക്കം അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനോ സംസ്ഥാനത്തുടനീളം തരം മാറ്റിയ ഭൂമിയെ പൂർവ്വസ്ഥിതിയിലാക്കാനോ സർക്കാർ നടപടിയെടുത്തില്ല. ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും ലൈസൻസ് നൽകിയതിൽ സുതാര്യതയില്ലായിരുന്നുവെന്നും CAG വിമർശിക്കുന്നു. സുപ്രീം കോടതി നിർദ്ദേശം മറികടന്ന് ദേശീയപാതയോരത്ത് 2013 മുതൽ 2016 വരെയായി 10 പുതിയ ബിയർ വൈൻ പാർലറുകൾക്ക് ലൈസൻസുകൾ നൽകി. 418 ബാറുകളിൽ ശുചിത്വ പരിശോധന പൂർത്തിയാക്കും മുൻപാണ് 2014-15 മദ്യനയം സർക്കാർ പ്രഖ്യാപിച്ചതെന്നും റിപ്പോർട്ട് വിമർശിക്കുന്നു. ഗുണനിലവാരമില്ലാത്ത 1.07 ലക്ഷം ലിറ്റർ മദ്യം മാറ്റുന്നതിൽ എക്സൈസ് പൂർണ്ണമായും പരാജയപ്പെട്ടു. സ്വർണത്തിന് ഏർപ്പെടുത്തിയ വാങ്ങൽ നികുതി ഇനത്തിൽ സർക്കാരിന് ലഭിക്കാനുള്ളത് 2475.55 കോടി രൂപയാണ്. വിവിധ വകുപ്പുകളിലായി പിരിഞ്ഞുകിട്ടാനുള്ള റവന്യൂ കുടിശ്ശിക 2323 കോടി രൂപയാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തുറന്നു സമ്മതിച്ച മുൻ പാക് സുരക്ഷാ ഉപദേഷ്ടാവ്, പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനയാണ് അക്രമം നടത്തിയതെന്ന് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് മുഹമ്മദ് അലി ദുറാനി വെളിപ്പെടുത്തി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് മുംബൈ ഭീകരാക്രമണമെന്നും ദുറാനി വ്യക്തമാക്കി. ദില്ലിയിൽ നടക്കുന്ന 19ാമത് ഏഷ്യൻ സെക്യൂരിറ്റി കോൺഫറൻസിലാണ് പാകിസ്ഥാൻ മുൻ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ തുറന്നു പറച്ചിൽ. മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനയാണെന്ന് മുഹമ്മദ് അലി ദുറാനി പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് മുംബൈ ഭീകരാക്രമണമെന്നും ദുറാനി കൂട്ടിച്ചേർത്തു. I know for definite, I have very good information that the government of Pakistan or the ISI was not involved. I am 110% sure. 2008 നവംബറിൽ മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ മുഹമ്മദ് അലി ദുറാനിയായിരുന്നു പാകിസ്ഥാൻ സുരക്ഷാ ഉപദേഷ്ടാവ്. പാകിസ്ഥാനിൽ നിന്നും കടൽമാർഗം മുംബൈയിലെത്തിയ 10 തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 164 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സുരക്ഷാ സേന പിടികൂടിയ തീവ്രവാദികളിൽ ഒരാളായ അജ്മൽ കസബിനെ പിന്നീട് തൂക്കിലേറ്റി. മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ ഇന്ത്യക്ക് വിജയം നേടാനായി. മുൻ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാബറി മസ്ജിദ് തകർത്ത കേസിൽ നിന്നും അദ്വാനിയെ ഒഴിവാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ അദ്വാനിയെ ഒഴിവാക്കാനാകില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു. രാജ്യത്തെ നടുക്കിയ ബാബറി മസ്ജിദ് തകർക്കൽ കേസിലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ പരാമർശം. LK അദ്വാനി അടക്കം 12 BJP നേതാക്കളെ ബാബറി മസ്ജിദ് കേസിൽ നിന്നും ഒഴിവാക്കാനുള്ള CBI നീക്കത്തിനെതിരെ സമർപ്പിച്ച കേസിൽ അന്തിമവിധി ഈ മാസം 22-ന് പുറപ്പെടുവിക്കും. നിലവിൽ LK അദ്വാനിക്കെതിരെ ചുമത്തിയിരിക്കുന്ന ഗൂഢാലോചന കുറ്റം സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഒഴിവാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. അദ്വാനിയെ കൂടാതെ മുരളി മനോഹർ ജോഷി, ഉമാഭാരതി, അന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കല്യാൺ സിംഗ് തുടങ്ങി 12 BJP നേതാക്കളാണ് പ്രതിപ്പട്ടികയിലുള്ളത്. കല്യാൺ സിംഗ് ഇപ്പോൾ രാജസ്ഥാൻ ഗവർണറാണ്. അദ്വാനി നടത്തിയ രഥയാത്രയെ തുടർന്ന് 1992 ഡിസംബർ 6-ന് കർസേവകർ ബാബറി മസ്ജിദ് തകർത്തു. മസ്ജിദ് നിന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കണമെന്നായിരുന്നു ആവശ്യം. പതിറ്റാണ്ട് നീണ്ട കേസിൽ ഇന്നേവരെ വിശദമായ വാദം പോലും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബഡ്ജറ്റ് ചോർന്നുവെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ചീഫ് സെക്രട്ടറിയുടെ പ്രാഥമിക റിപ്പോർട്ട്. അന്തിമ റിപ്പോർട്ടിൽ ഗൗരവകരമായ കണ്ടെത്തൽ ഉണ്ടെങ്കിൽ മന്ത്രിസഭ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് പിണറായി നിയമസഭയിൽ വിശദീകരിച്ചു. അതേസമയം ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷ നേതാവ് ചെന്നിത്തല വ്യക്തമാക്കി.
ബജറ്റ് ചോർന്നുവെന്ന് ആരോപിച്ച് വി.ഡി. സതീശനാണ് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ വിഷയം സഭയിൽ ഉന്നയിച്ചത്. പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിൽ കഴമ്പില്ല എന്നതാണ് ചീഫ് സെക്രട്ടറിയുടെ പ്രാഥമിക റിപ്പോർട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. പൂർണ്ണ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഗൌരവതരമായ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ മന്ത്രിസഭായോഗം വിഷയം ചർച്ച ചെയ്ത് ഉചിതമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ആദ്യം ചെയ്ത് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറി ഇതിനകം ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. തന്നിൽ അർപ്പിതമായ ചുമതലയുടെ നിർവഹണത്തിൽ ധനകാര്യമന്ത്രിയുടെ ഭാഗത്ത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. സർ, ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വിവാദം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. സത്യപ്രതിജ്ഞ ഭരണഘടനാ ലംഘനം വിഷയത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രഹസ്യ സ്വഭാവമുള്ള ഒരു ബജറ്റ് രേഖയും ചോർന്നിട്ടില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കും സഭയിൽ വ്യക്തമാക്കി. ഇതിന്റെ പിന്നിലൊരു വിൽഫുൾ ഇന്റൻഷൻ ഇല്ല. ഏത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെങ്കിലും ആദ്യം വേണ്ടത് ഒരു വിൽഫുൾ ഇന്റൻഷൻ. അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ലെന്ന് മാത്രമല്ല, ഇതിന്റെ ഫലമായിട്ട് ഒരു നഷ്ടവും സർക്കാരിനോ അല്ലെങ്കിൽ അനർഹമായ നേട്ടം ആർക്കെങ്കിലും ഉണ്ടായിട്ടില്ല. എന്നാൽ ധനമന്ത്രിയുടേത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ഐസക്കിനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ചീഫ് സെക്രട്ടറിയുടെ ആദ്യ റിപ്പോർട്ടിലൂടെ മുഖ്യമന്ത്രിയെ ചീഫ് സെക്രട്ടറി തെറ്റിദ്ധരിപ്പിച്ചതായും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും വിശദീകരണം കേട്ടാൽ ഞങ്ങൾ ഇവിടെ സഭയോട് മാപ്പ് പറയണമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇപ്പൊ വാദി പ്രതിയായിരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ അവർ കാര്യങ്ങൾ പറയുന്നത്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. തുടർന്ന് സഭാ നടപടികൾ നിർത്തിവെച്ചു. സഭ പുനരാരംഭിച്ചപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ പ്രത്യേക പ്രസ്താവന കണക്കിലെടുത്ത് സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മധ്യപ്രദേശിലെ ഒരു സംഘപരിവാർ RSS നേതാവ് നടത്തിയ വധഭീഷണിയെ അപലപിച്ച് നിയമസഭയിൽ പ്രമേയം. ഭീഷണി മുഴക്കിയ ആൾക്കെതിരെ പ്രസക്തമായ നിയമവകുപ്പുകൾ ഉപയോഗിച്ച് കേസെടുക്കണമെന്ന് മധ്യപ്രദേശ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നതാണ് പ്രമേയം. പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി AK ബാലൻ അവതരിപ്പിച്ച പ്രമേയം സഭ ഐകകണ്ഠേന പാസാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മധ്യപ്രദേശിലെ ഒരു സംഘപരിവാർ RSS നേതാവ് നടത്തിയ വധഭീഷണിയെ നിയമസഭ അപലപിക്കുന്നുവെന്ന് കാട്ടി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി AK ബാലനാണ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. അരനൂറ്റാണ്ടിലേറെയായി രാഷ്ട്രീയ നേതാവ്, നിയമസഭാംഗം, മന്ത്രി എന്നീ നിലകളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമ്മുടെ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ചു പോരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനെതിരായ വധഭീഷണിയിൽ കേരള ജനതയ്ക്കുള്ള ഉത്കണ്ഠയിലും ആശങ്കയിലും ഈ സഭ പങ്കുചേരുന്നുവെന്നും പ്രമേയം പറയുന്നു. സമാധാനപരവും മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ പ്രവർത്തനങ്ങൾ അസാധ്യമാക്കുന്നതും ആശയങ്ങൾ കൊണ്ടല്ലാതെ അതുയർത്തുന്ന വ്യക്തികളെ ആയുധം കൊണ്ട് നേരിടുന്നതുമായ വിപൽക്കരമായ സംസ്കാരത്തെ ഒറ്റക്കെട്ടായി ജനങ്ങൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും ഈ സഭ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതാണ് പ്രമേയം. അതേസമയം പ്രമേയത്തെ പിന്താങ്ങുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടി MLAയും പറഞ്ഞു. BJP അംഗം O രാജഗോപാലിനെ കൂടി കാണിച്ച ശേഷമാണ് പ്രമേയം സഭയിൽ അവതരിപ്പിച്ചതെന്ന് മന്ത്രി AK ബാലൻ സഭയെ അറിയിച്ചു. തുടർന്ന് സ്പീക്കർ പ്രമേയം ഏകകണ്ഠമായി പാസാക്കുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി MV ജയരാജൻ ചുമതല ഏറ്റെടുത്തു. ഭരണനേതൃത്വത്തെയും ഉദ്യോഗസ്ഥ വൃന്ദത്തെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോകുമെന്ന് MV ജയരാജൻ പീപ്പിൾ TVയോട് പറഞ്ഞു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് CPIM സംസ്ഥാന സമിതി അംഗം MV ജയരാജൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തത്. പൊളിറ്റിക്കൽ സെക്രട്ടറി ദിനേശൻ പുത്തേലത്ത്, പ്രസ് സെക്രട്ടറി പ്രഭാവർമ്മ എന്നിവരോടൊപ്പം എത്തിയായിരുന്നു MV ജയരാജൻ ചുമതല ഏറ്റെടുത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ MV ജയരാജൻ ഓഫീസ് ജീവനക്കാരുമായി പരിചയം പുതുക്കി. ഉദ്യോഗസ്ഥരെയും ഭരണ നേതൃത്വത്തെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് താൻ ശ്രമിക്കുക എന്ന് MV ജയരാജൻ പീപ്പിൾ TVയോട് പറഞ്ഞു. ഭരണരാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഐക്യവും പൊരുത്തവുമാണ് ഭരണത്തിൻ്റെ മികവ്. അത് പ്രധാനമാണ്. ജനപക്ഷ വികസന ക്ഷേമ അജണ്ടയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനെ ഉദ്യോഗസ്ഥന്മാരാരും എതിർക്കുന്നില്ല. അത് ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരായാലും എതിർക്കുന്നില്ല. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വികസനത്തിലെ ഒരു കൂട്ടായ്മയുണ്ട്. എന്നാൽ ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും വേണം. ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കില്ല. അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. മുമ്പ് പലതരത്തിലുള്ള ചുമതലകൾ വഹിച്ചിട്ടുണ്ടെങ്കിലും അവയെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പദവികളായിരുന്നു. എന്നാൽ ഇതാദ്യമായിട്ടാണ് താൻ ഓഫീസ് ചുമതല മാത്രമുള്ളൊരു പദവി വഹിക്കുന്നതെന്നും MV ജയരാജൻ കൂട്ടിച്ചേർത്തു.
MLA ആയി ഒന്നിലേറെ തവണ പ്രവർത്തിച്ച MV ജയരാജൻ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി, പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാൻ, വൈദ്യുതി ബോർഡ് അംഗം എന്നീ ചുമതലകൾ വഹിച്ച ശേഷമാണ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനാവുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സൈന്യത്തിന്റെ അഴിമതി ചോദ്യം ചെയ്ത് ജവാന് ജോലി നഷ്ടപ്പെട്ടു. പട്ടാളക്കാർക്ക് അനുവദിച്ച പണത്തെക്കുറിച്ച് വിവരാവകാശം കൊടുത്തതിനാണ് നടപടി. നേരത്തെ ഇയാളെ ജയിലിൽ അടച്ചിരുന്നെങ്കിലും സർക്കാർ ഇടപെട്ട് മോചിതനാക്കിയിരുന്നു. സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ സാധാരണക്കാരായ ജവാന്മാർക്ക് അനുവദിച്ച പണം തിരിമറി നടത്തുന്നത് ചോദ്യം ചെയ്തതിനാണ് യാതൊരു കാരണവും കൂടാതെ ആലപ്പുഴ വടക്കനാരാടി സ്വദേശി ഷിബിൻ തോമസിനെ ജയിലിലടച്ചത്. പിന്നീട് ഇത് സംബന്ധിച്ച് വാർത്തകൾ പുറത്തുവരികയും കേരള ഗവൺമെൻറ്റും സംസ്ഥാന പോലീസ് മേധാവിയും ഇടപെടുകയും ചെയ്തതോടെയാണ് ഇയാളെ ജയിൽ മോചിതനാക്കിയത്. എങ്കിലും ജോലിയിൽ നിന്നും പുറത്താക്കിയെന്ന് ആലപ്പുഴയിൽ മടങ്ങിയെത്തിയ ഷിബിൻ കൈരളി പീപ്പിളിനോട് പറഞ്ഞു. പ്രൊസീഡിംഗ് 3 മാസത്തെ ടൈം തന്നിട്ടുണ്ട്. നമുക്ക് ഡിസ്മിസ് ചെയ്യുന്നതിന് 3 മാസത്തെ പേപ്പർ, അതിന് നമുക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാന്നുള്ളത്. മുൻകാലങ്ങളിലും ഇത്തരത്തിൽ നിരവധി അനുഭവങ്ങൾ ജവാന്മാർക്ക് ഉണ്ടായിട്ടുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു. വേണേൽ എൻകൗണ്ടർ ചെയ്യാം, അത് വേണേൽ സൂയിസൈഡാക്കി മാറ്റാം, അങ്ങനെ പല രീതിയിലും വേണമെങ്കിൽ അത് എന്ത് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആരും ചോദിക്കാറില്ല. അവരവരുടെ സേഫ്റ്റി അവർ നോക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. മൊത്തത്തിൽ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ എത്ര എൻകൗണ്ടർ നടന്നത്, എൻകൗണ്ടർ അതായത് സൂയിസൈഡായിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന എത്ര എണ്ണം ഉണ്ട്, എത്ര പേര് ഇതിനകത്ത് വിട്ടുപോയവരുണ്ട്, എൻകൗണ്ടർ, ഇതെല്ലാം മൊത്തം കേസ് സ്റ്റഡി ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. കുടിക്കാൻ വെള്ളമില്ലാതെയും കഴിക്കാൻ ഭക്ഷണമില്ലാതെയും ആഴ്ചകളോളം ക്യാമ്പിൽ കിടന്ന ഷിബിൻ ഒടുവിലാണ് വിവരാവകാശവുമായി അധികാരികളുടെ മുന്നിലെത്തിയത്. ഇതോടെയാണ് ഷിബിൻ്റെ ജീവിതവും ദുരിതത്തിലേക്ക് നീങ്ങിയത്. വിവരാവകാശം ചോദിച്ച ഷിബിന് മറുപടി നൽകിയില്ല എന്ന് മാത്രമല്ല, ഇല്ലാത്ത കുറ്റങ്ങൾ ആരോപിച്ച് ജയിലിലടയ്ക്കുകയും പിന്നീട് സേനയിൽ നിന്നും പുറത്താക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. 2008 മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തുറന്ന് സംബന്ധിച്ച് മുൻ പാക് സുരക്ഷാ ഉപദേഷ്ടാവ്, പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനയാണ് ആക്രമണം നടത്തിയതെന്ന് മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് മുഹമ്മദ് അലി ദുറാനി വെളിപ്പെടുത്തി. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് മുംബൈ ഭീകരാക്രമണമെന്നും ദുറാനി പറഞ്ഞു. ദില്ലിയിൽ നടക്കുന്ന 19ാമത് ഏഷ്യൻ സെക്യൂരിറ്റി കോൺഫറൻസിലാണ് പാകിസ്ഥാൻ മുൻ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ തുറന്നു പറച്ചിൽ. മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തതും നടപ്പാക്കിയതും പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദി സംഘടനയാണെന്ന് മുഹമ്മദ് അലി ദുറാനി പറഞ്ഞു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് മുംബൈ ഭീകരാക്രമണമെന്നും ദുറാനി കൂട്ടിച്ചേർത്തു. I know for definite, I have very good information that the government of Pakistan or the ISI was not involved. I am 110% sure. 2008 നവംബറിൽ മുംബൈ ഭീകരാക്രമണം നടക്കുമ്പോൾ മുഹമ്മദ് അലി ദുറാനിയായിരുന്നു പാകിസ്ഥാൻ സുരക്ഷാ ഉപദേഷ്ടാവ്. പാകിസ്ഥാനിൽ നിന്നും കടൽമാർഗം മുംബൈയിലെത്തിയ 10 തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 164 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സുരക്ഷാ സേന പിടികൂടിയ തീവ്രവാദികളിൽ ഒരാളായ അജ്മൽ കസബിനെ പിന്നീട് തൂക്കിലേറ്റി. മുംബൈ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ ഇന്ത്യക്ക് വിജയം നേടാനായി. മുൻ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നത് പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാലക്കാട് വാളയാറിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയായിരുന്നുവോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ഇരുവരും ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭവത്തിൽ രണ്ടാനച്ഛനെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. മരിച്ച 11-കാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസ് പരിശോധിച്ചു. ലൈംഗിക ബന്ധത്തിന് ഇരയായതായി കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടികളുടെ സാമൂഹ്യ സാഹചര്യങ്ങൾ പരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പീഡനത്തിനോ ചൂഷണത്തിനോ ഇരയായിട്ടുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഇതിനായി കുട്ടികളുടെ രണ്ടാനച്ഛനെയും അമ്മയെയും പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. സംശയിക്കുന്നവരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ആന്തരാവയവങ്ങളുടെ രാസപരിശോധനാ റിപ്പോർട്ട് കൂടി ലഭ്യമായാൽ അന്വേഷണം വേഗത്തിലാവും. വാളയാർ SI PC ചാക്കോയാണ് കേസ് അന്വേഷിക്കുന്നത്. ശനിയാഴ്ച വൈകുന്നേരമാണ് വാളയാർ അട്ടപ്പള്ളം സ്വദേശികളായ ഷാജുവിൻ്റെയും ഭാഗ്യവതിയുടെയും രണ്ടാമത്തെ മകളെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. 1.5 മാസം മുമ്പ് ഇവരുടെ സഹോദരിയും ഇതേ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതാണ് ഏവരെയും ഞെട്ടിച്ചത്. സംശയമുയർന്ന സാഹചര്യത്തിൽ ജില്ലാ പോലീസ് മേധാവി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൂത്താട്ടുകുളം പൊതുവേലിയിൽ സ്കൂൾ കുട്ടികളുമായി പോയ ജീപ്പ് മതിലിലിടിച്ച് 3 മരണം, 11 കുട്ടികൾക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. കൂത്താട്ടുകുളം മേരിഗിരി സ്കൂളിലേക്ക് വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. ഇലഞ്ഞിയിൽ നിന്ന് കൂത്താട്ടുകുളത്തേക്ക് വരുന്ന വഴി MC റോഡിൽ പുതുവേലിയിൽ വെച്ചായിരുന്നു അപകടം. ചെറിയ വളവ് തിരിഞ്ഞ് ഇറക്കം ഇറങ്ങുന്നതിനിടെ സമീപത്തെ മതിലിൽ വാഹനം ശക്തിയായി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ UKG വിദ്യാർത്ഥിനികളായ ആൻമരിയ ഷിജി, നയന ദിലീപ് എന്നീ 2 കുട്ടികളും ഡ്രൈവർ ജോസ് ജേക്കബുമാണ് മരണപ്പെട്ടത്. ഈ 2 കുട്ടികളും വാഹനത്തിന്റെ മുൻഭാഗത്തായിരുന്നു ഇരുന്നിരുന്നത്.
ആൻമരിയയും ജോസും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു. നയന ആശുപത്രിയിലെത്തിയ ശേഷമാണ് മരണപ്പെട്ടത്. പരിക്കേറ്റ വിദ്യാർത്ഥികൾ ദേവമാതാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സ്കൂളുമായുള്ള കരാറടിസ്ഥാനത്തിലായിരുന്നു ഈ വാഹനം ഓടിയിരുന്നത്. വാഹനത്തിന്റെ കാലപ്പഴക്കം, വിദ്യാർത്ഥികളെ കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളിലെ വീഴ്ചകൾ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. രാമപുരം പോലീസാണ് സംഭവം അന്വേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പിണറായി വിജയനെതിരെ വീണ്ടും RSS സംഘപരിവാർ ഭീഷണി. ഹൈദരാബാദിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന തെലങ്കാന BJP MLA രാജാ സിംഗിന്റെ ഭീഷണി എന്ത് വില കൊടുത്തും പിണറായിയെ തടയുമെന്നാണ് ഭീഷണി. വിശദാംശങ്ങളുമായി ജോജറ്റ് ചേരുന്നു. ജോജറ്റ്, അസഹിഷ്ണുതയുടെ പുതിയ തനിയാവർത്തനം വീണ്ടും ഉണ്ടായിരിക്കുന്നു പിണറായി വിജയനെതിരെ. ഏത് രീതിയിലാണ് ഇപ്പോൾ ഹൈദരാബാദിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട് പിണറായിക്ക് ഭീഷണി വരുന്നത്? പ്രതീഷ്, മധ്യപ്രദേശിലെ BJP ലീഡർ കുന്ദൻ ചന്ദ്രാവത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ ഭീഷണി ഉയർത്തിയതിനു തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് BJPയുടെ MLA ആയ രാജാ സിംഗ് ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഹൈദരാബാദിൽ മാർച്ച് 19-ന് CPIMന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിയിൽ മുഖ്യമന്ത്രിയെ പങ്കെടുക്കാൻ അനുവദിക്കില്ല, മുഖ്യമന്ത്രിയെ ഹൈദരാബാദിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് BJPയുടെ MLA തന്നെ ഭീഷണിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി BJPയുടെ അസഹിഷ്ണുത കേരള മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ട്. മംഗളൂരു പരിപാടിയിൽ പോലും ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരുന്നു. എങ്കിലും ഭീഷണികളെ അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മംഗളൂരുവിൽ പരിപാടിയിൽ പങ്കെടുക്കുകയും സംഘപരിവാറിനെതിരെ ശക്തമായി പ്രസംഗിക്കുകയും മറ്റും ചെയ്തിരുന്നു. എന്നാൽ കേരളത്തിൽ തങ്ങളുടെ സുഹൃത്തുക്കൾ കൊല്ലപ്പെടുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഹൈദരാബാദിൽ മുഖ്യമന്ത്രി പങ്കെടുത്താൽ തങ്ങൾക്ക് മിണ്ടാതിരിക്കാനാകില്ല. മുഖ്യമന്ത്രി ഹൈദരാബാദിൽ എത്തിക്കഴിഞ്ഞാൽ കാലുകുത്താൻ അനുവദിക്കില്ല, പരിപാടി തടയും, അത്തരമൊരു പരിപാടിക്ക് അവിടെ അനുമതി കൊടുക്കരുത് തുടങ്ങിയ രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രതിഷേധവുമായും ഒപ്പം തന്നെ ഭീഷണിയുമായും രംഗത്തെത്തിയിരിക്കുന്നത്. എന്തു വില കൊടുത്തും പരിപാടിയിൽ പങ്കെടുക്കുന്നത് തടയും, മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണെങ്കിൽ ബാക്കി അപ്പോൾ കാണാമെന്ന തരത്തിലാണ് അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ പറയുന്നത്. ഹൈദരാബാദിൽ CPIM കഴിഞ്ഞ 5 മാസമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാജനപദ യാത്രയുടെ സമാപന സമ്മേളനമാണ് മാർച്ച് 19-ാം തീയതി ഉള്ളത്. പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ ആ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ പിണറായിയെ ഹൈദരാബാദിൽ കാലുകുത്താൻ അനുവദിക്കില്ല, പരിപാടി തടയും, എന്ത് വില കൊടുത്തും ആ നീക്കം തടയുമെന്ന തരത്തിലാണ് ഹൈദരാബാദിൽ നിന്നുള്ള BJP MLA രാജാ സിംഗ് വീഡിയോ സന്ദേശത്തിൽ ഭീഷണിയുമായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പ്രജീഷ്, തെലങ്കാനയിൽ നിന്നുള്ള BJP MLA ആണ് ഇപ്പോൾ ഹൈദരാബാദ് സന്ദർശനത്തിനെതിരെ പിണറായിക്കെതിരെ കടുത്ത ഭീഷണി ഉയർത്തിയപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന വിശദാംശങ്ങളാണ്. കലാഭവൻ മണി ദുരൂഹമരണത്തിൽ 1 വർഷം പിന്നിട്ടിട്ടും കേസ് CBI ഏറ്റെടുത്തിട്ടില്ല. സംസ്ഥാന സർക്കാർ CBI അന്വേഷണം പ്രഖ്യാപിച്ച് വിജ്ഞാപനം ഇറക്കിയിട്ട് 9 മാസം പൂർത്തിയാകുന്നു. അതേസമയം CBI അന്വേഷണം ആവശ്യപ്പെട്ട സഹോദരൻ RLV രാമകൃഷ്ണൻ നടത്തുന്ന നിരാഹാര സമരം അനിശ്ചിതകാലത്തേക്ക് നീട്ടി. കഴിഞ്ഞ വർഷം മാർച്ച് 6-ന് അബോധാവസ്ഥയിൽ ഔട്ട് ഹൌസിൽ കണ്ടെത്തിയ കലാഭവൻ മണി ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ശരീരത്തിൽ മെഥനോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഫോറൻസിക് പരിശോധനയിൽ ശരീരത്തിൽ മെഥനോളിന്റെയും ക്ലോർപൈറിഫോസ് എന്ന രാസവസ്തുവിന്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചത് മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചു. ആത്മഹത്യ, കൊലപാതകം, സ്വാഭാവിക മരണം എന്നീ സാധ്യതകളിൽ ഊന്നിയുള്ള അന്വേഷണത്തിൽ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. തുടർന്ന് ജൂൺ 10-ന് കേസന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വിജ്ഞാപനമിറക്കി. എന്നാൽ 9 മാസത്തിനു ശേഷവും CBI അന്വേഷണം ഏറ്റെടുത്തില്ല. മണിയുടെ ഓർമ്മകൾക്ക് ഒരാണ്ട് തികയുമ്പോൾ അന്വേഷണം CBI ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട സഹോദരൻ രാമകൃഷ്ണൻ നടത്തിവന്ന നിരാഹാര സമരം അനിശ്ചിതകാലത്തേക്ക് നീട്ടി. ഫോറൻസിക് പരിശോധന സംബന്ധിച്ച പരാതിയുണ്ടെന്നും ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് നാഷണൽ ലാബിലേക്ക് അയച്ച വസ്തുക്കൾ സീൽ ചെയ്യാതെ അയച്ചു? ആരുടെ നിർബന്ധത്തിന് വഴങ്ങി നാഷണൽ ലാബുകാർ അത് എടുത്തു? അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾക്കെതിരെ ഇതുവരെയും ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. മണിയുടെ സഹോദരിമാരും നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓർമ്മ ദിനമായ ഇന്ന് മണിയുടെ വീടായ മണിക്കൂടാരത്തിലെ സ്മൃതി കുടീരത്തിൽ ഭാര്യ നിമ്മിയും മകൾ ശ്രീലക്ഷ്മിയും പുഷ്പാർച്ചന നടത്തി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 100 കണക്കിന് ആളുകളാണ് വീട്ടിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണിയുടെ കണ്ണീരോർമ്മയിൽ കേരളം. ജീവിതത്തിന്റെ നാനാതുറകളിൽ ഉള്ളവരെ ഇത്രയധികം സ്വാധീനിച്ച ഒരു സിനിമ, ടെലിവിഷൻ താരം ഉണ്ടാകില്ല. മണി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം. വെള്ളിത്തിരയിലെ നക്ഷത്രമായിട്ടും കലാഭവൻ മണി എന്ന ചാലക്കുടിക്കാരന്റെ കാൽ മണ്ണിൽ തന്നെയായിരുന്നു. ചാലക്കുടി ടൗണിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായി ജീവിതം ആരംഭിച്ച മണി കലാഭവൻ മണി എന്ന മിന്നും നക്ഷത്രമായത് അശ്രാന്ത പരിശ്രമവും കഠിന പ്രയത്നവും കൊണ്ടാണ്.
വിവിധ ഭാഷകളിൽ അഭിനയിച്ച് ഇന്ത്യൻ സിനിമാ ലോകത്ത് തന്നെ ചർച്ചയായ നിരവധി കഥാപാത്രങ്ങൾക്ക് മണി സിനിമയിൽ മാത്രമല്ല ടെലിവിഷനിലും താരം തന്നെയായിരുന്നു കലാഭവൻ മണി. സ്റ്റേജ് ഷോകളെ ഇളക്കിമറിച്ച താരം മണിക്ക് മുൻപോ പിൻപോ വേറെയില്ല. മനുഷ്യസ്നേഹത്തിന്റെ മൂർത്തിഭാവമായിരുന്നു കലാഭവൻ മണി. ഒരാളും അറിയാതെ എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മണി നടത്തി. അതുകൊണ്ട് തന്നെയാണ് മണി മരിച്ചപ്പോൾ കേരളം ഒന്നാകെ മണിയെ ഒരു നോക്ക് കാണാനെത്തിയത്. ചേനത്തുനാടിലെ മണിക്കൂടാരത്തിന്റെ തെക്കേപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മണിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്താൻ ഇപ്പോഴും സംസ്ഥാനത്തിന് അകത്തും പുറത്തുനിന്നും എത്തുന്നത് ആയിരങ്ങളാണ്. മണിയുടെ മരണത്തിലെ ദുരൂഹത ഇപ്പോഴും മറനീക്കാതെ നിൽക്കുകയാണെങ്കിലും മണിയെന്ന മനുഷ്യനെ നെഞ്ചേറ്റുന്നവർക്ക് മണി ഒരിക്കലും മരിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണിന്റെ കണ്ണുനീർ. മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും വരൾച്ചയുടെ ആഘാതത്തിൽ വലയുകയാണ്. തിരുവനന്തപുരം കോട്ടൂരുള്ള ആനപരിപാലന കേന്ദ്രത്തിലെ ആനകളാണ് വേനൽ കടുത്തതോടെ ദുരിതത്തിലായത്. കേന്ദ്രത്തിലെ ഒരു ഭാഗത്തെ ജലാശയം പൂർണ്ണമായും വറ്റി. ആനയ്ക്കൊപ്പം ഇവിടുത്തെ ഇക്കോ ടൂറിസത്തെയും വരൾച്ച സാരമായി ബാധിച്ചു. വരൾച്ച എത്രത്തോളം ഗുരുതരമായി ബാധിച്ചു എന്നതിന്റെ നേർക്കാഴ്ചയാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ. നെയ്യാർ ഡാമിന്റെ വറ്റിവരണ്ട വൃഷ്ടിപ്രദേശത്തെ ജലാശയം. തിരുവനന്തപുരം കോട്ടൂരുള്ള ആന പുനരധിവാസ കേന്ദ്രത്തിലെ ദൃശ്യങ്ങളാണിവ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്ര വലിയ വരൾച്ച ഇവിടെ ബാധിച്ചിട്ടില്ല. ജനങ്ങൾക്കൊപ്പം ഇവിടുത്തെ ആനകളും വരൾച്ചയുടെ ആഘാതത്തിൽ വലയുകയാണ്. ജലാശയം വറ്റിവരണ്ടതോടെ 2 കുട്ടിയാനകൾ ഉൾപ്പെടെയുള്ള 13 ആനകളെയും പുനരധിവാസ കേന്ദ്രത്തിന്റെ മറുവശത്ത് കൊണ്ടുപോയാണ് കുളിപ്പിക്കുന്നത്. കുടിവെള്ളത്തിനായി ഒരു കുഴൽക്കിണറും കുത്തി. ആനകൾക്കൊപ്പം ഇവിടുത്തെ ഇക്കോ ടൂറിസത്തെയും വരൾച്ച ബാധിച്ചു. ജലാശയം വറ്റിയതോടെ ഇവിടുത്തെ ബോട്ടിംഗും പ്രതിസന്ധിയിലായി. ആനകൾക്ക് ചൂടിനെ അതിജീവിക്കാൻ കഴിയാത്തതിനാൽ ആനസവാരിയും ഒഴിവാക്കി. ഒപ്പം ആനകളെ കുളിപ്പിക്കുന്നത് കാണാൻ കഴിയാത്തതും വിനോദസഞ്ചാരികളുടെ എണ്ണം കുറച്ചു. ശരിക്ക് ഇത് ആസ്വദിക്കാൻ വരുന്ന ആൾക്കാർ വളരെ നിരാശയോടാണ് തിരിച്ചു പോകുന്നത്. ഈ ഇടക്കാലങ്ങളിൽ ഇത്രമാത്രം രൂക്ഷമായ വരൾച്ച ഉണ്ടായിട്ടില്ലെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം പറയുന്നത്. ഇവിടുത്തെ എല്ലാ ആനകളുടെയും കുളിയും അതിന് കുടിക്കാനുള്ള വെള്ളവും കുളിക്കാനുള്ള വെള്ളവും എല്ലാം ഇതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അത് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഇക്കാര്യങ്ങൾക്ക് ഇപ്പോൾ പരിഹാരം എന്ന നിലയ്ക്ക് ഒരു കുഴൽക്കിണറും അല്ലാതെ മറ്റ് സജ്ജീകരണങ്ങളോടെയാണ് നമ്മളിപ്പോൾ നിലവിൽ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. വരൾച്ച ഇനിയും കടുക്കുകയാണെങ്കിൽ നെയ്യാറിന്റെ വിഷ്ടിപ്രദേശത്തെ ശേഷിക്കുന്ന ജലാശയങ്ങളും മരണത്തിന് കീഴടങ്ങും.